ഈ സ്റ്റോറി നിങ്ങളുടെ ഒരു പക്ഷേ ഹൗ ഡേഞ്ചറസ് ദ സൂപ്പർഫിഷ്യൽ ഇന്റൻഷൻസ് ഓർ ദ ഇന്ററാക്ഷൻസ് ഓഫ് ബിലീഫ്സ് ക്യാൻ ഡിസ്ട്രോയ് യുവർ പീസ് ഓഫ് മൈൻഡ് ഇൻ എ റെസിഡൻസ്. അതായത് നിങ്ങളുടെ ഈ അന്ധവിശ്വാസങ്ങൾ എങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു കഥയാണ്. ഞാൻ ഈ ഈ ഒരു ഇൻസിഡന്റ് പറയാനുള്ളതിന്റെ ഒരു കാരണം പറഞ്ഞിട്ട് പറയാം. കാരണം ഒരു മേ ബി ഒരു കുറച്ചു കാലം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു സ്റ്റോറി ജസ്റ്റ് കേട്ടതാണ്. ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ പറയാൻ കാരണം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ബിലീഫ്സ്, അതായത് അന്ധവിശ്വാസങ്ങൾ നിങ്ങളുടെ ഒരു താമസത്തിനെ അല്ലെങ്കിൽ ഒരു വീടിനെ എത്രത്തോളം സ്വാധീനിക്കാം എന്നുള്ളൊരു ഉദാഹരണമായിട്ട്. കാരണം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടോടെ പറയാം. കാരണം ഈ സ്റ്റോറി ഞാൻ പറയണം എന്ന് വിചാരിക്കാൻ കാരണം ഒരു 2-3 വീക്സ് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ കേട്ട ഒരു സ്റ്റോറിയാണ്. ഒരു വീട്ടിൽ പുതിയ വാടകക്കാർ വരുന്നു. വാടകക്കാർ വന്ന ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അവിടെ ഒരു സർട്ടൺ ടൈംസ് അറ്റ് ടൈംസ്, കാരണം എന്താ പറയണ്ടേ, എന്നെ രക്ഷിക്കണേ അയ്യോ എന്നുള്ള കരച്ചിലുകൾ കേൾക്കുന്നു. ഇതിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഇടവിട്ട് കേട്ടോണ്ടിരിക്കുന്നു. ഫൈനലി ഇവരെ ഏതോ ഒരു മന്ത്രവാദിയോ കടിയനെയൊക്കെ വിളിച്ചിട്ട് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. എന്തായാലും പൂജയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും സമോ ഈ പറഞ്ഞ സാധനം ഒന്ന് സ്റ്റോപ്പായി എന്ന് പറഞ്ഞ്, പക്ഷെ ഈ പൂജ നടന്നതിന്റെ നെക്സ്റ്റ് ഡേ ആണ് അവിടെ ഈ തെങ്ങ് ചെത്താൻ വന്ന ഒരുത്തൻ കയറി അയാളുടെ മൊബൈല് ഇയാളുടെ ഈ തെങ്ങിന്റെ മണ്ടയ്ക്ക്, ഇവരുടെ വീടിന്റെ മുമ്പ് ചെന്നിരുന്നത് ഒരു ചെറുതെങ്ങിന്റെ മണ്ടയ്ക്ക് എടുത്തോണ്ട് വരുന്നത്. അയാള് പറഞ്ഞത് ഇയാളുടെ മൊബൈലിന്റെ റിംഗ് ടോൺ എന്തോ ഒരു രസം തോന്നിയിട്ട് ഇട്ട ഒരു റിംഗ് ടോൺ ആണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നത്. എന്തായാലും ആ കണിയാൻ അല്ലെങ്കിൽ ആ പറഞ്ഞ മന്ത്രവാദി ഒരു വിധത്തിൽ തടി തപ്പി എന്നുള്ള ഒരു ഇൻസിഡന്റ്. അപ്പൊ ഇത് കേട്ടപ്പം സീരിയസ്ലി ഞാൻ ഡയറക്ട്ലി ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതൊരു റെഡി ടു ഓക്കുപൈ പ്രോജക്റ്റ് ആണ്, ഒരു വില്ല പ്രോജക്റ്റ്, വൺ ഓഫ് ദ ടോപ്പ് ബിൽഡേഴ്സിന്റെ തന്നെ പ്രോജക്റ്റ് ആണ്. ഞങ്ങള് ഇതിന്റെ സെയില് നടന്നു. ഈ സെയില് നടന്നു എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ പെറ്റ്സുമായിട്ടൊന്നും വലിയ പരിചയമില്ലാത്ത ഒരു ഫാമിലിയാണ് ഇത് എടുത്തത്. ഈ പെറ്റ്സുമായിട്ടൊന്നും വലിയ പരിചയമില്ലാത്ത ഫാമിലി ഇത് എടുക്കുന്നു. ഇവര് വന്നിട്ട് ജസ്റ്റ് യങ് കപ്പിൾസ് ആണ്. ഓക്കെ ഫൈൻ, ഒരു മോനോ മോളോ ആരുണ്ട്. ഇവര് എടുക്കുന്നു. കുഞ്ഞ് ചെറുതാണ്. ഇപ്പൊ രാത്രിയിൽ ഇവര് കിടന്ന് ഒരു 12 മണി സമയമൊക്കെ ആയി കഴിയുമ്പോൾ കുഞ്ഞുറങ്ങി കഴിയുമ്പോൾ വീണ്ടും പുറത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഇതാണ് ഇവരുടെ പ്രശ്നം. അപ്പം ഭയങ്കര ബഹളം. കാരണം ഓഫീസിലൊക്കെ വന്നിട്ട് തന്നെ ഇവരുടെ പേരൻസ് ആണ്. കാരണം ഭയങ്കര അമ്പലവാസികളായിട്ടുള്ള പേരൻസ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ അവിടെ എന്തോ ഹോണ്ടഡ് ഹൗസ് ആണ്, നിങ്ങൾ ഇത് എങ്ങനെ ഞങ്ങൾക്ക് വിറ്റു, ചുമ്മാതല്ല ഇതിങ്ങനെ വിൽക്കാതെ കിടന്നിരുന്നത്. ഇത് ആ ഒരു പ്രോജക്റ്റ് ലൈക്ക് ഇത്രയും കാലം കൊണ്ട് അവിടെ ആള് താമസിക്കുന്നു. ആൻഡ് വി ഗോട്ട് അനദർ 3 or 4 വില്ലേജ് ടു സെൽ. അപ്പൊ അവൈലബിലിറ്റി വെച്ചിട്ട് വി ഹാവ് സോൾഡ് ദ ബെസ്റ്റ് വൺ ഫോർ യു. ദർ ഈസ് നോ ചാൻസ്. അങ്ങനെ ഒരു ഹോണ്ടഡ് ഫീലിംഗ്സിനെ കുറിച്ചൊന്നും വി ഹാവ് നോട്ട് ഹേർഡ് ഓൾസോ സോ ഫാർ. അപ്പം ഇതിന്റെ രസം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇവര് എന്തൊക്കെയോ പൂജകൾ ചെയ്യുന്നു. എന്തായാലും പൈസ കൊടുത്ത് മേടിച്ചു പോയിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, ലൈക്ക് ഞങ്ങൾ ശ്രമിക്കട്ടെ. നിങ്ങൾ എന്തൊക്കെയോ ഇവര് പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്നു. പക്ഷെ സംഭവം സ്റ്റോപ്പ് ആവത്തില്ല വീണ്ടും. പക്ഷെ ഇത് ഒരു സീസൺ കഴിഞ്ഞപ്പം ഇതൊന്ന് നിന്നു, വലിയ കാര്യമായിട്ടില്ല. എങ്കിലും ഒരു 3 മാസം 4 മാസമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്. ഫൈനലി ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഇതിനെ ഒരു പരിഹാരം കണ്ടെത്തിയത്. അപ്പൊ അവൻ ജോയിൻ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ആളുടെ പേര് പറയത്തില്ല, ബട്ട് ആള് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പം ആള് ഈ സംഭവം ഇങ്ങനെ കേട്ടു, ഇവര് വന്ന് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ കേട്ടിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ എനിക്ക് അവന്റെ മറുപടി, അയ്യോ ചേട്ടാ അത് പൂച്ചയാ. ഇത് അനുഭവിച്ചിട്ടുള്ള പലർക്കും ഈ കഥ റിലേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഈ പൂച്ച ഓൾമോസ്റ്റ് രാത്രി കാലങ്ങളിൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് വി ഓൾ നോ വെരി വെൽ. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് പ്രകാരം പൂച്ച ചെയ്തു വെച്ചൊരു ചെയ്താണ് അവർക്ക് 10,000 കണക്കിന് രൂപ ഒരു പക്ഷെ ഒരു മന്ത്രവാദിക്കോ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടി വന്നത്. സോ അപ്പം ഡെഫിനറ്റ്ലി ഇതിപ്പം എന്തിനാണ് നിങ്ങളുടെ കയ്യിൽ ഈ കഥ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് റിലേറ്റ്. നിങ്ങളുടെ ഇതിപ്പോ ഒരു ഭാഗം മാത്രമല്ല, എവ്രി ഇൻസ്റ്റന്റ് ഓർ എവ്രിതിങ് ഹാപ്പനിങ് വിത്തിൻ യുവർ റെസിഡൻസ് മൈറ്റ് ഹാവ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. നിങ്ങളതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം അനലൈസ് ചെയ്യാതെ if you are worried about certain projects, you will be losing an opportunity with the right projects sometimes. And I faced it.
കാരണം അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് വാട്ട് എവർ കമന്റ് ദേ ക്യാൻ മേക്ക്, ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ ലൂസിങ് എ ഓപ്പർച്യൂണിറ്റി ദാറ്റ്സ് യുവർ ലോസ്, നോട്ട് ദം. അപ്പൊ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ബിലീവ്സിനെ നിങ്ങൾ കരുതണോ വേണ്ട എന്നുള്ളത് ദാറ്റ്സ് യുവർ ചോയ്സ്.